സമയമുണ്ടല്ലോ ഏട്ടാ, കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, നമുക്കൊന്ന് വീട്ടിൽ പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് പോയാലും അവൾ ചോദിക്കും. ആ അപ്പം ഞാൻ പറയും, ഡി ഞാനെന്നല്ല എല്ലാ ഭർത്താക്കളും ഡി ഇത്രയും ദൂരം രാവിലെ ഇറങ്ങിപ്പോയില്ല, രാവിലെ വെളുപ്പാങ്കാലത്ത് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയാണ്. ഒരു കാര്യം വേറൊരു സംഭവം, ഇപ്പം പോയാൽ എന്താ കുഴപ്പം? തീർന്നു. അല്ലടി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ദുഷ്ടായി, ഇതൊക്കെ മാറി, മറ്റതൊക്കെ തീർന്നു. മറ്റേനകത്ത് പിന്നെ ദുഷ്ടനായി. ഭദ്രകാളിയുടെ കൂട്ടം. നിങ്ങളടുത്ത് എൻ്റെ വീട്ടിൽ പോണ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും പറ്റിയ ഒരു കാര്യം പറയുന്നത് ഒരു സ്നേഹമല്ല. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കോരിയ വെള്ളം പടാന്ന് തുടങ്ങി. അത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരായിരിക്കണം. ഇത് ഏട്ടനുമായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് ഏട്ടാ അതൊന്ന് വാങ്ങിച്ചു തരുക ഏട്ടാ, ഇല്ലേ നല്ല സാരി, നല്ല ബ്ലൗസ്, ഇതില്ലേ ആ മോതിരം, എന്റെ മോതിരം ചെറുതായി അതൊന്ന് എനിക്ക് നിന്നെ ശത്രുവായി കാണാൻ എവിടെ ഏട്ടൻ എനിക്ക് ഒരു സാധനം പോലും വാങ്ങിച്ചു തരാം. എനിക്ക് നിന്നെ ശത്രുവായി കാണാൻ ഇഷ്ടമില്ലാത്തോണ്ട് പിന്നെ നമ്മളതിനോട് അധികം പിണക്കല്ലായിരിക്കുന്നത്. എങ്ങാനൊന്ന് പിണങ്ങി നോക്കണം. എന്റെ പൊന്നെ, ഞാനതിൽ ഒന്നിനും പോകാത്തത്. എവളടുത്ത് ഒന്നിനും പറഞ്ഞ് നിന്ന് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്കാ. ഇല്ല, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് നാഗവല്ലി വരുമ്പോൾ ഒരു വരവുണ്ട്. അയ്യോ, മുടിയൊക്കെ കൂടെ അഴിച്ചിട്ട് ഇങ്ങ് വരുന്ന വേണ്ടല്ലോ. പിന്നെ അല്ലല്ല നിർത്തിക്ക, എവിടെ ഏട്ടാ ഞാൻ അങ്ങനെ വന്നേക്കുന്നത്? ഏട്ടൻ എന്ത് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ നാഗവലിനെ പോലെ മുടി അഴിച്ചിട്ട് വന്നേക്കുന്നത്? ഏട്ടൻ എന്തെങ്കിലും വിവരക്കേട് പറയുമ്പോഴേ ഞാൻ അങ്ങനെ വരാറുള്ളൂ കേട്ടല്ലോ. അല്ലാതെ ഏട്ടന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് വാങ്ങിച്ചു തന്നെ ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല സ്നേഹത്തോടെ നിൽക്കും. ഇതൊന്നും വാങ്ങിച്ചെടുത്തില്ല, എല്ലാരും കേൾക്കെ ഞാൻ നാഗവല്ലിയാണ്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മനുഷ്യരുടെ നെജത്തോട് കയറിക്കോളും. നാട്ടിൽ എവിടെ നടന്നാലും ഇതാണ് സ്വഭാവം, പെങ്ങളെ സ്വഭാവം ഇതാണ്. കണ്ട പണിപാളി. ഈ നാഗവല്ലിയെ തളയ്ക്കണേ മേപ്പാടം നമ്പൂതിരി തന്നെ വന്നേ പറ്റും. തോം തോം തോ